ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ എക്സാമിന്, പ്രത്യേകിച്ചും നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണുന്നൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച്. ഒരുപക്ഷെ നിങ്ങളിത് പഠിച്ച ഉറപ്പായിട്ടും എക്സാം ഹോളിൽ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടും. സോ നമുക്ക് വേഗം എന്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാം. നമ്മൾ ആദ്യം മെസപ്പൊട്ടോമിയ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? നമ്മൾ ആദ്യം പറയുന്നത് the Mesopotamian civilization flourished in the region where the modern Iraq is situated. ഇന്നത്തെ ആധുനിക ഇറാഖിലാണ് നമ്മൾ പറയുന്ന മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം തന്നെ മെസോസ് ആൻഡ് പൊട്ടോമസ്, അല്ലെ, 2 വാക്കുകളാണ്. വിച്ച് മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്, 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം തന്നെ. അപ്പൊ നമ്മൾ പറയും മെസപ്പൊട്ടോമിയ 2 നദികൾക്കിടയിലുള്ള സ്ഥലം. ഏതാണ് ആ 2 റിവേഴ്സ് അല്ലെങ്കിൽ ഏതാണ് ആ 2 നദികൾ? ഒന്നിന്റെ പേര് യൂഫ്രട്ടീസ് എന്നാണ്, മറ്റൊന്നിന്റെ പേര് ടൈഗ്രീസ്. അങ്ങനെ ഇന്നത്തെ ഇറാഖിലായിരുന്നു, അല്ലെ, ഏത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഏതൊക്കെ നദികളുടെ തീരത്താണ്? യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതാണ് മെസപ്പൊട്ടോമിയ എന്ന് നമ്മൾ പറയുന്നത്. ദീസ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ അർമേനിയൻ മൗണ്ടെയിൻസ്. എവിടെ നിന്നാ ഈ നദികൾ ആരംഭിക്കുന്നത്? അർമേനിയൻ, അല്ലെ, മലനിരകളിൽ നിന്നും പർവ്വത നിരകളിൽ നിന്നും ആരംഭിക്കുന്നു. ആൻഡ് ഇറ്റ് merge with the Persian Sea. അവസാനം ഇത് എവിടെ ചെന്നാ പതിക്കുന്നത്? പേർഷ്യൻ കടലിൽ ചെന്നാണ് ഈ 2 നദികളും പതിക്കുന്നത്. അതിനിടയിലുള്ള വളരെ ഭംഗിയുള്ള സുന്ദരമായിരുന്ന ഒരുപാട് സംസ്കാരങ്ങൾ വളർന്നു വന്ന സ്ഥലമായിരുന്നു മെസപ്പൊട്ടോമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഏകദേശം 4ഓളം സിവിലൈസേഷൻസ്, അല്ലെ, 4 ഡിഫറെന്റ് സിവിലൈസേഷൻ എമേർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിൽ 4ഓളം സംസ്കാരങ്ങൾ ഉദിച്ചുയരുകയും, അല്ലെ, അത് തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 സംസ്കാരങ്ങൾ? ഒന്ന് ബാബിലോണിയൻ, അല്ലെ, രണ്ടാമത്തേതാ സുമേറിയൻ, അല്ലെ, അടുത്തതാണ് അസീറിയൻ ആൻഡ് കാൽഡിയൻ, അല്ലെ. ഇങ്ങനെ 4 സംസ്കാരങ്ങൾ അവിടെ ഉയർന്നു വന്നു, അത് തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4ഓളം സംസ്കാരങ്ങൾ ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അവിടെ അടുത്ത് പറയുന്നുണ്ട് ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസപ്പൊട്ടോമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. മെസപ്പൊട്ടോമിയയിലെ ഫലഭൂഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതി എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. കൃഷി നല്ലപോലെ ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ല വളക്കൂറുള്ള ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നത്. തീർന്നിട്ടില്ല. ഇങ്ങനെ കൃഷി കൂടുതൽ വർദ്ധിച്ചപ്പോൾ കൃഷി ചെയ്ത് ബാക്കി വന്ന സാധനങ്ങൾ, അതിനെ നമ്മൾ മിച്ച ഉൽപാദനം അല്ലെങ്കിൽ സർപ്ലസ് പ്രൊഡക്ഷൻ എന്നാണ് പറയാം. സോ അത് കച്ചവടത്തിന് കാരണമായി. അങ്ങനെ മെസപ്പൊട്ടോമിയയിൽ ഒരുപാട്, അല്ലെ, ട്രേഡ്, കച്ചവടം വളർന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് സിറ്റികളും വളർന്നു വന്നു. ഏതൊക്കെയാണ് മെസപ്പൊട്ടോമിയൻ സിറ്റികൾ എന്ന് പറയുന്നത്? 3 പ്രധാനപ്പെട്ട സിറ്റികളെ പേര് നമുക്ക് പഠിക്കാം. ഉർ, ഉറുക്, ലഖാഷ്. ഏതൊക്കെയാണ്? ഉർ, ഉറുക്, ലഖാഷ്. ഏതൊക്കെയാണ് 3 സിറ്റികൾ എന്ന് പറയുന്നത്? ഉർ, ഉറുക്, ലഖാഷ് എന്നിവയാണ്. ഇനി മെസപ്പൊട്ടോമിയക്കാർക്ക് ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, അവരെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ, പ്രത്യേകിച്ചും അവിടെ നല്ലപോലെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കച്ചവടമൊക്കെ നടക്കുമ്പോൾ അവരെ കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കാൻ അവർക്കൊരു സ്ക്രിപ്റ്റ്, ഒരു എഴുത്ത് വിദ്യ വേണ്ടി വന്നു, ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് വേണ്ടി വന്നു. അങ്ങനെ മെസപ്പൊട്ടോമിയക്കാർ ഡെവലപ്പ് ചെയ്തെടുത്ത അവരുടെ എഴുത്തുവിദ്യയുടെ പേരാണ്, ആർട്ട് ഓഫ് റൈറ്റിംഗിന്റെ പേരാണ് ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഇസ് കോൾഡ് ക്യൂണിഫോം. അതറിയപ്പെട്ട പേര് യൂണിഫോം എന്നല്ല, ഇറ്റ്സ് ക്യൂണിഫോം എന്നാണ് അതറിയപ്പെട്ട പേര്. അതും അങ്ങ് പഠിച്ചു വെച്ചോളാം. ആൻഡ് ഇനി മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അവരെന്തൊക്കെയാണ് പുതുതായി കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അവർക്ക് ഈ വാന നിരീക്ഷണം, അതുപോലെ തന്നെ ഗണിതം, മാത്തമാറ്റിക്സിലൊക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയക്കാർ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ചന്ദ്രൻ, അല്ലേ, ചന്ദ്രൻ, ആരാണ് ചന്ദ്രൻ, അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ചന്ദ്രനെ ചുറ്റി തിരിയുന്നു, അല്ല, സൂര്യനെ ചുറ്റി. മാറിപ്പോയി, പാട്ട് മാറിപ്പോയി, ഇനി പാടുന്നില്ല, വെറുതെ എന്തിനാ അബദ്ധം സംഭവിക്കണേ. പോട്ടെ, വിട്ടേക്ക്, നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയെ ചുറ്റി തിരിയുന്നു ചന്ദ്രൻ, ഭൂമിയെ ചുറ്റി തിരിയുന്നു ചന്ദ്രൻ. കേട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പാട്ടാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ, അല്ലെ, ഈ ചന്ദ്രൻ എന്ന് വെച്ചാൽ അമ്പിളി അമ്മാവൻ, അല്ലെ, അതിന്റെ കറക്കത്തെ അല്ലെങ്കിൽ അതിങ്ങനെ, അല്ലെ, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതിനെ നോക്കിക്കൊണ്ട് അവരൊരു കലണ്ടർ ഉണ്ടാക്കി. അതിനെ ലൂണാർ കലണ്ടർ അല്ലെങ്കിൽ ചന്ദ്രൻ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ എന്നാണ് പറയുന്നത്. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ്സ് ഓഫ് ദി മൂൺ.
ചന്ദ്രന്റെ ചലനം അടിസ്ഥാനമാക്കി മെസ്സപ്പൊട്ടോമിയക്കാർ ഒരു ചന്ദ്ര കലണ്ടർ, ഒരു ലുണാർ കലണ്ടർ ഉണ്ടാക്കി. ആൻഡ് അല്ലേ, ഇനി അവരുടെ മാത്തമാറ്റിക്സിൽ എന്താ അടുത്ത കാര്യം, അവർ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ, നിങ്ങൾ നോക്കിയേ, നമ്മളെ ഡിവിഷൻ അല്ലേ, ഏതൊക്കെയാണ്, ഹരണം, ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട് അല്ലേ, വർഗ്ഗമൂലം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള മനുഷ്യന്മാർ കൂടിയായിരുന്നു മെസ്സപ്പൊട്ടോമിയക്കാർ. ഇനി നമ്മൾ അല്ലേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? എങ്ങനെ? അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, പള്ളികളിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ചർച്ചുകളിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇതുപോലെ മെസ്സപ്പൊട്ടോമിയക്കാർ അവരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു, അവരുടെ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും അവരുടെ എന്താണ് പ്രാർത്ഥനാ കേന്ദ്രമായിട്ട് അല്ലെ അവരുണ്ടാക്കിയതാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സിറ്റികളിൽ അല്ലെ മൺകൂനകളിട്ട് ഉയർത്തിയ സ്ഥലങ്ങളിൽ നമ്മുടെ എന്താണ് പലതരം ബേൺഡ് ബ്രിക്സിലെ ഈ ഇഷ്ടികകളൊക്കെ ഉപയോഗിച്ചാണ് അവർ എന്തുണ്ടാക്കിയിരുന്നത്, സിഗുറാത്തുകൾ അവർ നിർമ്മിച്ചിരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സോ ഇതുപോലുള്ള കണ്ടന്റുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. ഇതുപോലെ ഒരുപാട് കോണ്ടന്റുകളായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇനിയും ക്ലാസ്സുകളിലേക്ക് വരും. സോ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.